ഹായ് ഗായ്സ്, ഇന്നൊരു സുദിനമാണ് ഗായ്സ്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ലാൻഡഡ് ഫ്രം കൊച്ചി ദോഹ. പുലരുളി വന്നു ചേരുന്നിതാ, വിരലല ദൂരമായുന്നിതാ. വായു 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 വായു, ഒരു ചെറുമഞ്ഞു നീർത്തുള്ളിയാൽ മലരിനെ ഉമ്മ വെച്ചിടുവാൻ. വായു 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 വായു, ഇനി മണ്ണിലെ പുതുവർണ്ണങ്ങളിൽ വിരലോടിച്ചു ലാളിച്ചു പൂങ്കാറ്റുപോ. പുലരുളി വന്നു ചേരുന്നിതാ, വിരലല ദൂരമായുന്നിതാ. വായു വായു. ഇപ്പൊ എവിടെയുള്ളത്? ദോഹ. ഞാൻ അവിടെ നിന്ന് ഇപ്പൊ വന്നത്. ഇപ്പൊ എവിടെയുള്ളത്? ദോഹ. ദോഹ എവിടെയാണ്? യെസ്, സോ ഫൈനലി മൈ പാരൻസ് ആർ ഹിയർ. അവരുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, മേ ബി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ആണ്. സോ ദേ ആർ എക്സൈറ്റഡ്, ഈവൻ ഐ ആം എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. അപ്പോൾ അവർ രാവിലെയാണ് എത്തിയത്. എനിക്കൊരു സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 11 മണി വരെ അവർക്കൊരു കട്ട പോസ്റ്റ് കൊടുക്കേണ്ടി വന്നു എയർപോർട്ടിൽ. പക്ഷെ നമ്മളൊരു സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാരണം എല്ലാം സ്മൂത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഞാൻ ഗോൾഡൻ ടുലിപ്പ് ഒരു ഹോട്ടലാണ് എടുത്തേച്ചത്. നമ്മൾ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി. പിന്നെ നമ്മൾ നേരെ MRA പോയൊരു നല്ല മീലൊക്കെ കഴിച്ചു. മീലൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. കാരണം നല്ല ചൂടാണ്. ഖത്തറിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റുമായിരിക്കും, ഇവിടെ നല്ല ചൂടും വെയിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പുറത്തിറങ്ങൽ പോസിബിൾ അല്ല. പിന്നെ ഓൾറെഡി ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് വരെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇവൻ അവരും ടയേർഡായിരുന്നു. എനിക്ക് മോർണിംഗ് ആയിരുന്നു സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടി, അതുകൊണ്ടാണ് ഞാനും ടയേർഡായിരുന്നു. അങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയിലും ഇതിലും ഞങ്ങൾ നേരെ പോയി നല്ലൊരു ഉറക്കം ഉറങ്ങി. കുറച്ചധികം മയങ്ങിപ്പോയി. കുറച്ച് നേരത്തെ എണീക്കണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ എവിടെ പോകും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. സൂക്കുണ്ട്, മിയാ പാർക്കുണ്ട്. ഇപ്പം ഞാൻ ഇറങ്ങി കാലാവസ്ഥ ഇരുട്ടിൻ്റെ ഇതനുസരിച്ച് ഒരു സ്ഥലം ചൂസ് ചെയ്യാമെന്ന് കരുതി. പോവാ. എവിടെ അമ്മ? സൂക്ക് വാക്കിഫ്. സമയം ഇപ്പൊ സൂക്കിലാണ്. എങ്ങനെയുണ്ട് സൂക്ക്? ഇഷ്ടപ്പെട്ടാ? പൈതൃകമായ സ്ഥലത്താണ്, പക്ഷെ ചൂടുണ്ട് കുറച്ച്. എങ്ങനെയുണ്ട് നാട്ടിലെ മഴയെന്ന് ചൂട്ടിലോട്ട് വന്നപ്പാ? നല്ല ചൂടാണ്. കുറച്ച് ചൂടെന്ന് പറയുന്നത് കാര്യമില്ല, നല്ല ചൂട്, വളരെ നല്ല ചൂടാണെന്നൊക്കെ. നല്ല ചൂട്, കാറ്റ് ചൂടാണ്. കാറ്റ് വരെ ചൂട്. നാട്ടില് കാറ്റ് വരുമ്പോ ഒരു സുഖം ഉണ്ടാവും, പക്ഷെ ഇവിടെ സുഖമില്ല. പക്ഷെ എന്നാലും കാണാൻ സുഖമില്ലേ? കാണാൻ സുഖം അല്ല, കല്ലെന്ന് പറഞ്ഞാൽ ഇതാവൂല. യെസ്, അതാണ് ഞാൻ പറയുമ്പോൾ അവർക്ക് ആദ്യം മനസ്സിലാണ്ടാവില്ല. ഇപ്പൊ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. കെട്ടിടങ്ങൾ, അതെ, കാഴ്ചകൾ കാണാം. കാഴ്ചകൾ കണ്ടിട്ട് വരൂ എന്ന് പറ. കാഴ്ചകൾ കണ്ടിട്ട് വരൂ. എന്താ അനുസരണം? കുനാഫ, ഇവിടത്തെ ഒരു ഫേമസ് കുനാഫയൊക്കെയാണ്. കഴിച്ചോക്ക്. ചൂട് പുറത്തിരിക്കാൻ പറ്റും, നല്ല ചൂടാണ്. പുറത്തോട്ട് വരുന്നിട്ട് വഴിയാ കഴിക്കാം. കൈ കൊണ്ട് കാണിക്കല്ലേ?
ഡെസേർട്ടാണ്. ചൂടിലിരിക്കണേണ്. ചൂട് പോനില്ലേ മധുരാണ്. എന്നുണ്ട് നമ്മൾ സൂക്കൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വിലാജിയോ മോൾ നല്ല ഒരു മോളാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുണ്ട്. നമ്മൾ മറ്റേ വീഡിയോയിൽ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം ആ മാൾ വിലാജിയോ മോൾ കാണിക്കാനാണ് ഞാൻ പോകുന്നത്. സൂക്ക് എങ്ങനെ ഉണ്ടായി? നല്ല അടിപൊളി. സൂക്കാൻ അടിപൊളി എന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീറ്റ് ക്ലീൻ എല്ലാം ഉണ്ട്. അടുത്ത കാഴ്ചകൾ കാണാം. സൂക്കിന് ഫുൾ അങ്ങനത്തെ ട്രഡീഷണൽ സംഭവങ്ങളാണ്. അറബിക് താരി അങ്ങനത്തെ അപ്ലോഡ് ചെയ്തിട്ടോ നീ? പകലാണ്ടി ആയിരിക്കുമല്ലേ? നാട്ടില് തോടുള്ള രാജ്യത്ത് നിന്ന് ഞങ്ങൾ വന്നിട്ട് ഉണ്ടാക്കിയത് ഓടിക്കൂടി പോയി ഞങ്ങൾ പോകും. അങ്ങനെ സൂക്ക് വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഒരു മോളായിട്ടുള്ള വിലാജിയോ മാളിലാണ്. ഇവിടെ വന്നവർക്കറിയാം ഈ ഒരു മാള് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു മാളാണ്. ഇങ്ങനെ പൊക്കത്തൊക്കെ ഇങ്ങനെ നല്ല മേഘം കൈൻഡ് പെയിൻറ്റിങ് സംഭവമൊക്കെ വെച്ചാൽ നമുക്കിങ്ങനെ ആകാശത്തിൻ്റെ കീഴിൽ ശരിക്കും നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ നടുക്കന്നെ ഇങ്ങനെ ഒരു വഞ്ചി വള്ളം സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ കയറിയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം. എങ്ങനെ ഇഷ്ടപ്പെട്ടാ? ഗായ്സ്, നമ്മളങ്ങനെ വിലാജിയോ മാളിൽ എത്തിയിരിക്കുന്നു. നമ്മൾ വിലാജിയോ മാളിലെ മനോഹരമായ ബോട്ട് റൈഡ് കഴിഞ്ഞു. നമ്മൾ നടക്കുന്നു. സി ല്ലോ വിലാജിയോ മോള് കറക്കവും ഫുഡ് അടി കഴിഞ്ഞപ്പോഴേക്കും നല്ല രാത്രിയായി. അപ്പോഴേക്കും അലീന ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായി. നോക്കി കേറ്. കർത്താവേ, താഴെ വീണ് അപ്പൊ എനിക്കൊരു കൈ തന്നെ. അല്ല, അലീന വന്ന് അലീന തന്നെ പരിചയപ്പെട്ടില്ല. അലീന അങ്ങനെ നമ്മളെ ജോയിൻ ചെയ്തു. അമ്മ എവിടെ പോവാൻ പോണിപ്പ? നമ്മൾ ദോഹ കറങ്ങി ചുറ്റിക്കറങ്ങാൻ പോവാണെന്നൊക്കെ. ദോഹ ചുറ്റി കറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മള് ദോഹയിൽ ലൈഫ് ഒന്ന് ചുറ്റി കാണാൻ പോവാണ്. യാത്രയിൽ ആരൊക്കെയാ നോക്കൂ. ഹായ് പറ. അലീനയുണ്ട്. നമ്മളങ്ങനെ അത് നമ്മൾ ജോയിൻ ചെയ്തു. നമ്മളങ്ങനെ പോവാണ്. എങ്ങോട്ടാണെന്നല്ല പിടിയില്ല, എന്നാലും നമ്മൾ പോവാണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് കോർണിഷിലാണ്. അപ്പോൾ കോർണിഷിൽ ഒരു ബോട്ട് റൈഡ്, അതായത് സിറ്റി ലൈഫിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ കറങ്ങി പോകാനുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് ദ നൈറ്റ് വ്യൂ വാസ് റിയലി 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 ബ്യൂട്ടിഫുൾ. ഞാൻ ആദ്യമായിട്ടാണ്, അലീന മുന്നേ കയറിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കയറണത്. നമ്മൾ പുറത്തും കൂടെ ഇറങ്ങി നടക്കുമെന്നല്ലാണ്ട് ഞാൻ ഈ ബോട്ട് റൈഡിൽ ആദ്യമായിട്ടാണ് കയറി വെച്ചത്. പാട്ടൊക്കെ വെച്ച് വെറുതെ നല്ല 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 വൈബായിരുന്നു. എനിക്ക്
ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് നൈറ്റാണ് ശരിക്കും കാണേണ്ടത്. ഗോൾഡൻ ട്യൂലിപ്പ് ഹോട്ടൽ. സോറി. അപ്പൊ ഇന്നത്തെ ഡേ വളരെ ഭംഗിയായി അമേസിംഗ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ നാളത്തെ ഡേ ഞങ്ങൾ രാവിലെ റൂമൊക്കെ രാവിലെ കാണിച്ചു. ഒരുപടി മുന്നെയാണ് വേണമെന്ന് ചുറ്റി കാണിച്ചിട്ടാ. അങ്ങനെ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗായ്സ്. നമുക്ക് ഇനിയും നാളത്തെ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ ബൈ പറ എല്ലാരും. അപ്പൊ ബൈ പറ. ബൈ.